പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് ആക്രമണം നടത്തിയെന്ന പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം കനത്ത മറുപടി നൽകി. ഇന്ത്യയിലേക്ക് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അനന്തരഫലം ലോകത്തിന് വ്യക്തമായി. ലക്നൌവിൽ നടന്ന ബ്രഹ്മോസ് ഉൽപാദന യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനാണ് പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. സ്വാതി, നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏത് രീതിയിലാണ് പാകിസ്ഥാൻ തൊടുത്തുവിട്ട എല്ലാ ഡ്രോണുകളെയും നമ്മൾ തിരിച്ചടിച്ചത് എന്ന്. അതിന് നമ്മൾ കരുതിയിരുന്ന വജ്രായുധങ്ങളെല്ലാം തന്നെ എടുത്തു പ്രയോഗിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ വജ്രായുധങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഹരശേഷി ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പ്രത്യേകിച്ച് ബ്രഹ്മോസ് യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞു വെച്ച കാര്യങ്ങൾ. ഇന്ത്യൻ സൈന്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചൊരു വിലയിരുത്തലും സ്ഥിരീകരണവും തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഒരു പരിപാടിക്കിടെ സംസാരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ പ്രൊഡക്ഷന്റെ യൂണിറ്റ് ഉദ്ഘാടനം ലക്നൌവിൽ നടന്നിട്ടുള്ള ആ വേദിയിൽ ഇതിനെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത്. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടി അതിർത്തി മേഖലകളിൽ മാത്രമായിരുന്നില്ല. അങ്ങനെ ചുരുങ്ങിയ ഒരു നടപടിയല്ല ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ളത്. മറിച്ച് റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു തിരിച്ചടി എന്നുള്ള കാര്യം രാജ്നാഥ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാക് പ്രതികരണത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ സൈന്യം കൃത്യതയോടെയാണ് ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് തകർത്തതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ എങ്ങനെയായിരിക്കും ഇന്ത്യ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഭീകരവാദം നടത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഭീകരവാദികൾ കടന്നു കയറിയാൽ അതിന്റെ പ്രതിഫലനം ഏത് രീതിയിലായിരിക്കും, പ്രത്യാഘാതം ഏത് രീതിയിലായിരിക്കും എന്ന് ഇതിനോടൊപ്പം തന്നെ ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കാൻ ഇന്ത്യയുടെ സേനയ്ക്ക് ആയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ മറുപടി നൽകിയതിന്റെ പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിരവധിയായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവുകയും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളെയും മിസൈൽ ആക്രമണങ്ങളെയും ഇന്ത്യ പ്രതിരോധിക്കുകയും തരിപ്പണമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ 3 ദിവസം നീണ്ടുനിന്നിട്ടുള്ള ഈ സംഘർഷത്തിന് ഒടുവിൽ ഈ വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷം അതിന് അയവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലാണ് സൈന്യം നടത്തിയിട്ടുള്ള കൃത്യതയാർന്ന നടപടി റാവൽപിണ്ടിയിലടക്കം പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്ത് കൃത്യമായ തിരിച്ചടി നൽകിയെന്ന് ഇപ്പോൾ പ്രതിരോധ മന്ത്രി തന്നെ തുറന്ന് പറയുന്നത്. ശരി, സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.